ഹായ് ഹലോ 2D ജോമെട്രിയുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് ആക്ച്വലി 2D ജോമെട്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോകൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഏകദേശം മൂന്നും 6 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. അപ്പോൾ അറിയാവുന്ന കുട്ടികൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഉത്തരങ്ങളെല്ലാം അറിയാവുന്നതാണെങ്കിൽ വീഡിയോ കണ്ട് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ എക്സ്പ്ലനേഷൻസ് കാണുക, വൃത്തിയായിട്ട് ചോദ്യങ്ങൾ എഴുതി പോവുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ 2D ജോമെട്രിയിൽ നിന്നുണ്ടാക്കുക. അങ്ങനെയാണത് പഠിക്കേണ്ടത്. ഓരോ പോർഷൻസും നന്നായിട്ട് പഠിച്ച് ഓരോ ചോദ്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി ചോദ്യം ചെയ്യേണ്ട മെത്തേഡുകൾ പഠിച്ച് ആണ് നമുക്ക് മാത്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാണാതെ പഠിക്കല് എന്ന് പറയുന്നത് തെറ്റാണ്. മാത്സ് കാണാതെ പഠിക്കണം. ഒരു ചോദ്യവും ആ ചോദ്യം വന്നാൽ ചെയ്യേണ്ട മെത്തേഡും കാണാതെ തന്നെയാണ് പഠിക്കുന്നത്. സ്റ്റെപ്പുകളാണ് നമ്മൾ ആക്ച്വലി കാണാതെ പഠിക്കാത്തത്. ഒരു കണക്ക് വന്നാൽ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ള കാര്യം കാണാതെ പഠിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇനി എക്സാമിന് ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോന്നും മനസ്സിലാക്കി തിയറി എഴുതി നോട്ട് എഴുതി പോകാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം ഓരോ ചോദ്യങ്ങളായിട്ട്. മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത്? മക്കളെ, ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് ഏത്? എന്താണ് നിയമം? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകണമെങ്കിൽ എന്താണ് നിയമം? നിയമം ഇതാണ്: ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളിൽ ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. എന്താണ് നിയമം? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാവണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെ നോക്കുമ്പം ഓപ്ഷൻ എ മാത്രമാണ് ആ പ്രോപ്പർട്ടി കാണിക്കുന്നത്. നോക്കിക്കേ, ചെറിയ 2 വശങ്ങൾ 6 വെട്ടും. ചെറിയ 2 വശങ്ങളുടെ തുക 6 വെട്ടും 14. അത് വലിയ വശമായ 13നേക്കാൾ കൂടുതലാണ്. ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായാൽ മാത്രമേ ത്രികോണത്തിന് വശങ്ങളാവുള്ളൂ. ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക 7. അത് വലിയ വശമായ 8നേക്കാൾ കൂടുതലല്ല. അതുകൊണ്ട് ത്രികോണത്തിൻ്റെ വശങ്ങളാവില്ല. ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 9. അത് വലിയ വശമായ 9നേക്കാൾ കൂടുതലല്ല, കൂടുതലാവണം. അതുകൊണ്ട് അത് ത്രികോണത്തിന് വശങ്ങളാവില്ല. ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 11. അത് വലിയ വശമായ 16നേക്കാൾ കൂടുതലല്ല. അതുകൊണ്ട് അത് ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം നോട്ട് എഴുതി വെച്ചല്ലോ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാവണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ശരി, മുന്നോട്ട് പോവാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 14ാമത്തെ ചോദ്യം. അപ്പം 2D ജോമെട്രി ചെയ്യാൻ തുടങ്ങിയിട്ട് 14 ചോദ്യങ്ങളായേ. ഇത് 14ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതാണ് മട്ടത്രികോണം. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ 10ഉം 8ഉം ആണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20%, 25%, 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൽ, അതായത് വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര ശതമാനം? ലംബവശങ്ങൾ ഒരെണ്ണം 20% വർദ്ധിപ്പിച്ചു അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇതാണ്, 25% വർദ്ധിപ്പിച്ചു. ഇതാണ് ഈ ലംബവശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരെണ്ണം 20%, ഒരെണ്ണം 25% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിൻ്റെ വർധന ഉണ്ടാകും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് ആക്ച്വലി ഈ അളവുകൾ തരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പെർസെൻറ്റേജ് വാല്യൂസ് മാത്രം മതി കണക്ക് ചെയ്യാൻ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക: ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ 20%, 25% വർദ്ധിപ്പിച്ചാൽ
അതിൻ്റെ വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റം എത്ര ശതമാനം? ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവിടെ ആ അളവുകൾ 10ഉം 8ഉം തരേണ്ട ആവശ്യമില്ല ഈ കണക്ക് ചെയ്യാൻ. അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ആദ്യം 20% വർദ്ധിപ്പിച്ചു എന്നും രണ്ടാമത് 25% വർദ്ധിപ്പിച്ചു എന്നുമല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പം നിങ്ങൾ 20% വർദ്ധിച്ചു എന്നായതുകൊണ്ട് 100നോട് കൂട്ടി 120/100 എന്നതിനെ എഴുതുക. ഇൻറ്റു 25% വർദ്ധിച്ചു എന്നായതുകൊണ്ട് 100നോട് കൂട്ടി 125/100 എന്ന് എഴുതുക. അപ്പം 120/100 ഇൻറ്റു 125/100. ശരി, ഇനി ഇതിൽ ചെയ്യേണ്ടത്, ഇതിൽ ഒരു 100 നിങ്ങൾ വെട്ടിക്കളയാതെ അവിടെ തന്നെ ഇട്ടേക്കുക. കാരണം കമ്പയർ ചെയ്യാൻ അവനെ ആവശ്യമുണ്ട്. ബാക്കിയുള്ളതെല്ലാം വെട്ടിച്ചെറുതാക്കുക. അപ്പം ഞാൻ ഇതും 25 വെച്ച് വെട്ടുവാണ്. ഇത് 4 തവണ, ഇത് 5 തവണ, ഈ 4ഉം 120ഉം കൂടെ വെട്ടുവാണ്. ഇത് 30 × 5 150 വരും മുകളിൽ, താഴെ 100 വരും. ക്ലിയർ ആണല്ലോ. ഈ 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അത് ഉത്തരം. 100നേക്കാൾ 50 കൂടുതൽ. സോ ആൻസർ 50% വിസ്തീർണം കൂടും എന്നാണ്. സോ വിസ്തീർണത്തിൽ 50% വർധനമാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ പാദവും ലംബവും 20% 25% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ 50% വർധനവാണ് ഉണ്ടാകുന്നത്. ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ചോദ്യത്തിൻ്റെ പാറ്റേണും ചെയ്യുന്ന രീതിയും കേട്ടോ. സോ 20-25% പാദവും ലംബവും വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്ന് ചോദിച്ചാൽ 120/100 ഇൻറ്റു 125/100 എന്ന് എഴുതുക. 100നോട് കൂട്ടി എഴുതണം. 20 100നോട് കൂട്ടി എഴുതുമ്പോൾ 120/100, 25 100നോട് കൂട്ടി എഴുതുമ്പോൾ 125/100. ഒരു 100 വെട്ടിക്കളയരുത്. കാരണം ഇവിടെ കമ്പയർ ചെയ്യാൻ ഒരു 100 വേണം. 100ഉം ഇതും തമ്മിൽ ഡിഫറൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ ഒരു 100 താഴെ വേണം. അതുകൊണ്ടാണ് വെട്ടിക്കളയരുത് എന്ന് പറയുന്നത്. ഒരു 100നെ മാത്രം, ബാക്കിയെല്ലാം വെട്ടിച്ചെറുതാക്കുക. 150/100, 100നേക്കാൾ 50 കൂടുതൽ. ആ 50 കൂടുതലാണ് ഉത്തരം. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ ചോദ്യം 20% 25% കുറച്ചാൽ വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് വെച്ചാൽ, കുറവെന്ന് പറയുമ്പോൾ 100നോട് കുറച്ച് എഴുതാം. 20% കുറച്ചു എന്ന് പറയുമ്പോൾ 80/100 എന്ന് എഴുതാം. 25% കുറച്ചു എന്ന് പറയുമ്പോൾ 75/100 എന്ന് എഴുതാം. കണ്ടോ? എങ്കിൽ വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റം വരാൻ ഒരു 100 വെട്ടിക്കളയരുത്. ബാക്കിയെല്ലാം വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ചു എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് കുറയ്ക്കണം, കൂട്ടി എന്ന് പറയുമ്പോൾ 100നോട് കൂട്ടി എഴുതണം കേട്ടോ. ശരി, ഇനി ഇതേ കണക്ക് x + y + xy/100 എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ചെയ്യാം. ചില കുട്ടികൾ അങ്ങനെ പഠിക്കാറുണ്ട്. ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം. x + y + xy/100. എക്സിൻ്റെ സ്ഥാനത്ത് 20 എന്നും വൈയുടെ സ്ഥാനത്ത് 25 എന്നും കൊടുത്ത് സോൾവ് ചെയ്താലും ഉത്തരം കിട്ടിക്കോളും കേട്ടോ. ശരി, നമുക്ക് നമ്മുടെ 15ാമത്തെ ചോദ്യം, അതായത് 2D ജോമെട്രിയുടെ 15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ഒരു ചുമരിൻ്റെ നീളം 5.5 മീറ്ററും വീതി 2.25 മീറ്ററുമാണ്. ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുമർ സിമൻറ്റ് തേക്കാൻ എത്ര രൂപ ചിലവ് വരും? മക്കളെ, ഒരു ചുമരുണ്ട്. ആ ചുമരിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. ശരിയാണോ? ഒരു ചുമരുണ്ട്, ഞാൻ വരയ്ക്കുവാണ്. ഈ ചുമരിൻ്റെ അളവുകൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് ചുമരിൻ്റെ അളവുകൾ? അതായത് നീളം 5.5 മീറ്റർ നീളമുണ്ട്. ക്ലിയർ. വീതി 4.25 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ 5.5 മീറ്റർ നീളവും 4.25 മീറ്റർ വീതിയുമുള്ള ഒരു ചുമരുണ്ട്. ഓക്കെ, ഈ ചുമരിൽ മക്കളെ ഒരു വാതിലുണ്ട്. ഈ ചുമരിൽ ഒരു വാതിലുണ്ട്. ദേ ഇതാണ് ആ വാതിൽ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ചുമരിൽ ഒരു വാതിലുണ്ട്. ആ വാതിൽ ഇതാണ്. ഈ വാതിലിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? വാതിലിന് 2 മീറ്റർ നീളമുണ്ട്, 2 മീറ്റർ നീളമുണ്ട്. അതിന് 1 മീറ്റർ വീതിയുണ്ട്, 1 മീറ്റർ വീതിയുണ്ട്. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്നത് ഈ ചുമര് സിമെൻറ്റ് ചെയ്യണം. അതിന് ഒരു ചതുരശ്ര മീറ്ററിന് 1 മീറ്റർ സ്ക്വയറിന് 24 രൂപ നിരക്കിൽ എന്ത് ചിലവാകുന്നു? അപ്പം നമുക്ക് ചുമര് സിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് കണ്ടോ, ഈ ഭാഗത്തെ ഏരിയ അല്ലേ മക്കളെ? ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തെ ഏരിയ അല്ലേ നമുക്ക് വേണ്ടത്? വാതിൽ ഭാഗം സിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഏരിയ കാണാൻ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ പോരെ അല്ലേ? ഇത് മുഴുവനായിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ഇത്രയും ഭാഗത്തെ ഏരിയ കുറച്ചാൽ ബാക്കിയുള്ളത് ഇത്രയും ഭാഗത്തെ ഏരിയ കിട്ടും. ശരിയാണോ? അപ്പം നമ്മളത് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് ഈ വലിയ ചുമരിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം 5.5 ഇൻറ്റു 5.5 ഇൻറ്റു 4.25 ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 4.25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 23.375 ഇതാണ് ഈ മുഴുവനായിട്ടുള്ള വിസ്തീർണം, ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണം അല്ലേ? അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് 5.5, ബ്രെഡ്ത്ത് 4.25, അത് തമ്മിൽ ഗുണിക്കുമ്പം നമുക്ക് 23.375 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി ഇതേ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ 5.5 എന്നുള്ളതിനെ 11/2 എന്ന് എഴുതാം. ആണല്ലോ? 4.25 എന്നുള്ളതിനെ നിങ്ങൾ ആലോചിച്ചേ, 4.25 എന്നല്ലേ മക്കളെ? 4.25 അല്ലേ? 0.25 കാല 4.25 എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 16, 17/4 അല്ലേ? 17/4 അല്ലേ? കണ്ടോ? ഇനി ഇത് തമ്മിൽ ഗുണിച്ചിട്ട് നമുക്ക് വാല്യൂ ആയിട്ട് എഴുതാം. അപ്പോൾ ഈ പോയിൻ്റ് വരാതിരിക്കും. ഓക്കെ, എന്നാലും കാൽക്കുലേഷൻ ഉണ്ട്, അത്ര എളുപ്പമല്ല ചെയ്യാൻ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കണേ. അതായത് 23.375 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ചതുരശ്ര മീറ്റർ. കണ്ടോ? അളവുകൾ മീറ്ററിലല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പം 23.375 ചതുരശ്ര മീറ്റർ. മീറ്റർ സ്ക്വയറിനെയായി ചതുരശ്ര മീറ്റർ എന്ന് പറയും. അപ്പം ഇത് ഈ മുഴുവൻ്റെയും കൂടെ ഏരിയ മക്കളെ അല്ലേ? ഇതിൽ നിന്ന് വാതിലിൻ്റെ ഏരിയ കുറയ്ക്കണ്ടേ? എന്നാലല്ലേ ബാക്കി സിമെൻറ്റ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ വാതിലിൻ്റെ ഏരിയ കുറയ്ക്കാൻ വാതിലിൻ്റെ ഏരിയ എത്രയാണ്? വാതിലിൻ്റെ നീളം 2, വീതി 1, 2 × 1 2 മീറ്റർ സ്ക്വയർ ആണ് വാതിലിൻ്റെ ഏരിയ. ഇതിൽ നിന്ന് 2 മീറ്റർ സ്ക്വയർ കുറയ്ക്കുമ്പം 21.375 എന്ന് വരും. ശരിയാണോ? സോ 23.375 നിന്ന് 2 മീറ്റർ സ്ക്വയർ ഏരിയ വാതിലിൻ്റെ കുറച്ചാൽ ബാക്കി 21.375 എന്ന് കിട്ടും. ഇതാണ് ഈ ബാക്കി വാതിലൊഴികെ ബാക്കിയുള്ള ചുമരിൻ്റെ വിസ്തീർണം, ഏരിയ. 1 മീറ്റർ സ്ക്വയറിന് ആകുന്ന നിരക്ക് തന്നിട്ടുണ്ട് 24 രൂപ. അപ്പോൾ 21.375 മീറ്റർ സ്ക്വയറിന് 21.375 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകുന്നറിയാൻ ഇത് ഇൻറ്റു 24 ചെയ്യണം. 1 മീറ്റർ സ്ക്വയറിന് ആകുന്ന നിരക്ക് 24 അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് ആകുന്ന നിരക്ക് കാണാൻ ഇത് ഇൻറ്റു 24 നമുക്കത് 513 രൂപ എന്ന് ഡയറക്റ്റ് കിട്ടും. 513 രൂപ. കണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാൽക്കുലേഷൻസ് വന്ന അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഉള്ള ഒരു കണക്കാണ്. അത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. ചോദ്യം എളുപ്പമായിരുന്നു, പക്ഷേ ഈ വാല്യൂസ് പോയിൻ്റ് കൂട്ടിയൊക്കെ ഉള്ളത് വന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ ആണല്ലോ അല്ലേ? ഒന്നുകൂടെ പറയട്ടെ. ഒരു ചുമരുണ്ട് മക്കളെ. ഇതാണ് നമ്മുടെ ചുമര്. ഈ ചുമരിന് 5.5 മീറ്റർ നീളവും 4.25 മീറ്റർ വീതിയുമുണ്ട്. ഈ ചുമരിൽ ഒരു വാതിലുണ്ട്. ഈ വാതിലൊഴികെ ബാക്കി എല്ലാ ഭാഗവും സിമെൻറ്റ് ചെയ്യണം. അതിന് ഒരു ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ എന്ത് വിലയാകുന്ന ചോദ്യം. നമുക്കറിയാം, ആദ്യം ഈ സിമെൻറ്റ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതാണ് സിമെൻറ്റ് ചെയ്യേണ്ട ഭാഗം. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ, തമ്മിൽ ഗുണിക്കുമ്പം 23.375 മീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് വാതിലിൻ്റെ ഏരിയ 2 മീറ്റർ സ്ക്വയർ കുറയ്ക്കുമ്പോൾ 21.375 മീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഏരിയ, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ. കണ്ടോ? സോ 21.375 മീറ്റർ സ്ക്വയറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 1 മീറ്റർ സ്ക്വയറിനാണ് 24. അപ്പോൾ ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും മീറ്റർ സ്ക്വയർ അല്ലേ?
ഇത്രയും മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകുമെന്ന് അറിയാൻ ഇത് ഇൻറ്റു 24 ചെയ്താൽ ഉത്തരം കിട്ടും 513 രൂപ. ശരി, മുന്നോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീളവും വീതിയും തന്നിട്ടുണ്ട്. ഒരു ചതുരം ആണ് പറഞ്ഞേക്കുന്നത്. ഈ ചതുരത്തിൻ്റെ എന്ത് കാണണം മക്കളെ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. 3.25 മീറ്റർ നീളമുണ്ട്. ശരി, 9/3 മീറ്റർ വീതിയുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അകത്തെ അളവ്, വിസ്തീർണം എന്നർത്ഥം. L × B അല്ലേ ഇക്വേഷൻ? ഏരിയ ഈസ് ഈക്വൽ ടു L × B ആണ്. ഇവിടെ L 3.25 അല്ലേ? 3.25 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 9/3. ഇതിനെ ഒന്ന് വൃത്തിയാക്കി എഴുതണ്ടേ? 9.25 എന്ന് പറഞ്ഞാൽ 4 × 3 12, 3 15/4 ഇൻറ്റു ഇത് 9 × 3 27, 1 28/3 അല്ലേ? യെസ്, നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പം ഇതും കൂടെ വെട്ടിക്കളയാം 5 തവണ, ഇതും കൂടെ വെട്ടിക്കളയാം 7 തവണ. 7 5 35 മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എളുപ്പമുള്ള ചോദ്യം ഡയറക്റ്റ് ചെയ്യാം അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ പോളിഗൺസ് ആന്തരകോണുകളുടെ അളവുകൾ തുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബഹുഭുജം എന്ന് പറഞ്ഞാൽ 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക കാണണം മക്കളെ. n-2 × 180 ആണ് ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? n-2 × 180 ആണ് ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശങ്ങളുടെ എണ്ണമാണ്. ഇവിടെ 13 വശങ്ങളുള്ളതെന്ന് പറയുമ്പം 13 - 2 × 180 എന്ന് വരും. അതായത് 11 × 180 എന്ന് വരും. അപ്പോൾ ഇത് കണ്ടാൽ ആന്തരകോണുകളുടെ തുക നമുക്ക് കിട്ടും. 11 × 180 ചെയ്യുമ്പം 1980 എന്ന് കിട്ടും അല്ലേ? 1980 എന്ന് കിട്ടും. അപ്പം ആകെ 13 വശങ്ങളുണ്ട്. ഇതിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക വേണം. ആന്തരകോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2 × 180 ആണ്. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ആന്തരകോണുകളുടെ തുക n-2 × 180. ബാഹ്യകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രിയാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ 18ാമത്തെ ചോദ്യം, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണ്. ഓക്കെ, അതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ടെന്ന്. അപ്പോൾ സമചതുരാകൃതിയായ സ്ഥലമാണ്, സമചതുരാകൃതിയായ സ്ഥലം. ഓക്കെ, അതിൻ്റെ അകത്തെ ഏരിയ 9216 ചതുരശ്ര മീറ്ററാണ്, മീറ്റർ സ്ക്വയറാണ്. 9216 ചതുരശ്ര മീറ്റർ സ്ക്വയർ പരപ്പളവാണ്. എങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്കറിയാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ അല്ലേ? സമചതുരത്തിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ് കേട്ടോ. സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ അറിയത്തില്ലേ? പഠിച്ചോണം. ഒരു സ്ക്വയർ, സമചതുരത്തിൻ്റെ ഏരിയ എ സ്ക്വയർ. ഈ എ സ്ക്വയറിൻ്റെ വിലയാണ് 9216 എന്ന് പറഞ്ഞേക്കുന്നത്. എങ്കിൽ ഈ ഒരു വശം ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? എ സ്ക്വയർ 9216 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു √9216 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 9216 സ്ക്വയർ റൂട്ടായിരിക്കും. സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണുന്നത്? സ്ക്വയർ റൂട്ട് കാണാൻ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്, സംഖ്യയുടെ വലത് സൈഡിൽ നിന്നും 2 സ്ഥാനം മാറ്റി മുറിക്കണം ആദ്യം. ഓക്കെ, വലത്തു നിന്നും ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കുക. വലത്തു നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കുക. അപ്പോൾ എ ഈസ് ഈക്വൽ √92 16 2ആയിട്ട് മുറിച്ചു. ഇനി 92 മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക. 92 മുന്നേ ഉള്ള പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 81 ആണ്. അത് 9ൻ്റെയാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 9 ആയിരിക്കും.
92 ആദ്യത്തെ പാർട്ടാണ്. 92 മുന്നേ ഉള്ള പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 92 മുന്നേ ഉള്ള പൂർണ്ണവർഗം 81 അത് 9ൻ്റെ സ്ക്വയർ വർഗമാണ്. ആണോ? അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 9. ഉത്തരം 90 കൂട്ടിയ ഒരു സംഖ്യയാണ്. ഉത്തരം 90 കൂട്ടിയ ഒരു സംഖ്യയാണ്. ക്ലിയർ ആണ് ഇത്രയും? ഓക്കെ. ഇനി ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന ഏതിലാണെന്ന് നോക്കുക. ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന 6ലാണ്. ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് 6ൽ അവസാനിക്കുന്നത് എന്ന് നോക്കുക. മക്കളെ, നമുക്കറിയാം 4ൻ്റെ സ്ക്വയർ അവസാനിക്കുന്നത് 6ലാണ്, 6ൻ്റെ സ്ക്വയറും അവസാനിക്കുന്നത് 6ലാണ്. അപ്പോൾ ഇവിടെ 6ൽ അവസാനിച്ചേക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ഡിജിറ്റ് ചിലപ്പോൾ 4 വരാം. കാരണം 4 വന്നാലും അവസാനിക്കുന്ന 6ലാണ്, 6 വന്നാലും അവസാനിക്കുന്ന. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6 വരാം. അതായത് നമ്മുടെ ഉത്തരം ഒന്നെങ്കിൽ 94 അല്ലെങ്കിൽ 96. 94 96 ഉത്തരമായിട്ട് വരുന്നത്. കണ്ടോ? ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന 6ലായതുകൊണ്ട് 4ൻ്റെ സ്ക്വയറിലും 6ൽ അവസാനിക്കും, 6ൻ്റെ സ്ക്വയറും 6ൽ അവസാനിക്കും. അപ്പോൾ 94 96 ഉത്തരമായിട്ട് വരാം. ശരി, ഞാൻ ഇടയ്ക്കത്തെ 95ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവുക. 95ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പം മാർഗം, ഇവിടെ ആദ്യത്തെ സംഖ്യ 9 അല്ലേ, 9 കഴിഞ്ഞുള്ള സംഖ്യ 10 അല്ലേ, 9ഉം 10ഉം കൂടെ ഗുണിക്കുക 90, അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുക. ഇങ്ങനെയാണ് 95ൻ്റെ സ്ക്വയർ കാണുന്നത്. എങ്ങനെയാണ് 95ൻ്റെ സ്ക്വയർ കാണുന്നത്? ആദ്യത്തെ സംഖ്യ 9, 9 കഴിഞ്ഞുള്ള സംഖ്യ 10 ആണോ? 9 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 10 അല്ലേ, ആ 9ഉം 10ഉം കൂടെ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി? 90 കിട്ടി. അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതണം. കണ്ടോ? 90 25ആണ്. 5ൽ അവസാനിക്കുന്നതിൻ്റെ എല്ലാ സ്ക്വയർ അങ്ങനെ കാണാം കേട്ടോ. ഇപ്പം 45ൻ്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. 4 കഴിഞ്ഞ് യഥാർത്ഥത്തിൽ വരുന്ന സംഖ്യ 5 അല്ലേ, 4ഉം 5ഉം കൂടെ ഗുണിക്കുക 20, 20 25ആണ്. കണ്ടോ? ഇനി 75ൻ്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. 7 കഴിഞ്ഞ് യഥാർത്ഥത്തിൽ വരുന്ന സംഖ്യ 8 അല്ലേ, കോൺസിക്യൂട്ടീവ് നമ്പർ. 7 8 ഗുണിക്കുക, 7 8 56 25. ഓക്കെ, ശരി. അപ്പം 95ൻ്റെ സ്ക്വയർ 90 25 എന്ന് കിട്ടി. മക്കളെ, ഇത് 92 16 അല്ലേ, അതിലും വലിയ സംഖ്യയല്ലേ. 95ൻ്റെ സ്ക്വയർ 90 25 വരെ എത്തിയുള്ളൂ. ഇത് 92 16 ആയതുകൊണ്ട് അതിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് ഇത് 96ൻ്റെ സ്ക്വയറാണ്. അതുകൊണ്ട് ഒരു വശം എ എന്ന് പറഞ്ഞാൽ 96 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ ഒരു റൗണ്ട് കൂടെ പറഞ്ഞു തരാം. ഇവിടെ വേറെ സംശയമൊന്നുമില്ല. എ സ്ക്വയർ ഈക്വൽ ടു 9216 എന്ന് കിട്ടും. അപ്പോൾ എ ഈസിക്കൽ √9216 ചെയ്യണം. ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിലാണ് ഇവിടെ ഒരു സ്റ്റക്കാകുന്നത്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. അപ്പോൾ 2 മുറിഞ്ഞു, ഒന്ന് 92 ഒന്ന് 16. 92 മുന്നേ ഉള്ള പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 92 മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം എന്ന് പറയുന്നത് 92 മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗം എന്ന് പറയുന്നത് 81 അത് 9ൻ്റെയാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 9ആണ്. ഇനി ഉത്തരത്തിൻ്റെ അവസാന ഭാഗം കാണാൻ ഇവിടെ 6ലല്ലേ അവസാനിച്ചേക്കുന്നത്. ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് 6ൽ അവസാനിക്കുന്നത് എന്ന് നോക്കുക. മക്കളെ, 4ൻ്റെ സ്ക്വയറും 6ൽ അവസാനിക്കുന്നത്, 6ൻ്റെ സ്ക്വയറും 6ൽ അവസാനിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. 4 6 വരാം, 4 6 സെക്കൻഡ് ഡിജിറ്റ് വരാം. അതായത് 94 96 ഉത്തരവായിട്ട് വരാം. ഇതിലേതാണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കത്തെ 95ൻ്റെ സ്ക്വയർ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് 95ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. 9 ആണ് ഫസ്റ്റ് ഡിജിറ്റ്, അടുത്തത് 10 ആണ്. 9ഉം 10ഉം ഗുണിക്കുമ്പോൾ 90 25 95ൻ്റെ സ്ക്വയർ. ഇത് 92 16 അതിലും വലിയ സംഖ്യയല്ലേ. അപ്പോൾ 95നേക്കാൾ വലിയ ഏതോ സംഖ്യയുടെ സ്ക്വയറാണ്. അതുകൊണ്ട് 96ൻ്റെ സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ ആൻസർ 96 കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ, നിങ്ങളുടെ സ്നേഹം അറിയിക്കാൻ മറക്കരുത് മക്കളെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, പാർട്ട് 4ൽ കാണാം. താങ്ക്